ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ആടുജീവിതം. ആടുജീവിതം എന്ന് പറയുന്ന ഒരു സിനിമയുടെ വിശേഷമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ആടുജീവിതം എന്ന് പറയുന്ന സിനിമയെ പറ്റി പറയാനാണെങ്കിൽ ഭയങ്കരമായിട്ട് നമുക്കൊന്ന് വിപുലമായിട്ട് പറയാൻ മാത്രമൊന്നുമില്ല. ഞാൻ പറഞ്ഞു വന്നത് വളരെ ചുരുക്കത്തിൽ നമുക്കത് പറയാൻ പറ്റും. റിയൽ സ്റ്റോറി എന്ന് തന്നെ നമുക്ക് പറയാം. ഇതൊരു യഥാർത്ഥ കഥ തന്നെയാണ്. ആ യഥാർത്ഥ കഥയെ യാഥാർത്ഥ്യത്തോടുകൂടി വളരെ യാഥാർത്ഥ്യമായിട്ട് നമുക്ക് ഈ ഒരു സിനിമയിൽ കാണാൻ കഴിയും. അത് തന്നെയാണ് ആടുജീവിതം എന്ന് പറയുന്നത്. നമ്മൾ വായിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു എന്താ പറയുക, ഒരു തോട്ട്സ് അല്ലെങ്കിൽ ആ ഒരു കാഴ്ചകൾ അതുറപ്പായിട്ടും ഈ ഒരു സിനിമയിൽ കാണിക്കുന്നുണ്ട്. ആൻഡ് ഇപ്പോൾ എന്താണ് നമുക്ക് ആടുജീവിതം എന്നുള്ളത് കൂടുതലൊന്നും നോക്കേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് ഇതിൻ്റെ ആ ഒരു പോസിറ്റിവിറ്റിയിലേക്ക് വരാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ഇതിനകത്തൊരു വിഷ്വൽ ട്രീറ്റ് എന്നതിലും അപ്പുറം ഒരു റിയാലിറ്റി ട്രീറ്റാണ് നമുക്ക് ഈ ഒരു സിനിമയിൽ കിട്ടുന്നത്. കാരണം നമ്മൾ ആ ഒരു ആടുജീവിതത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു പോകുന്നു എന്നുള്ളതാണ് മറ്റൊരു ഫാക്ട് എന്ന് പറയുന്നത്. നമ്മൾ സിനിമ കണ്ടിറങ്ങിക്കഴിഞ്ഞാലും ആ ആടുജീവിതത്തിൽ ആ ഒരു മരുഭൂമി, ആ ഒരു വ്യക്തി, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ആ ഒരു ക്യാരക്ടേഴ്സായിട്ട് ഓഡിയൻസിനെ മാറ്റാൻ ബ്ലെസ്സിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ദാറ്റ്സ് വെരി വെരി വലിയൊരു പോസിറ്റിവിറ്റിയാണ്. ആൻഡ് കുറച്ചൊക്കെ ലാഗടിക്കുന്നുണ്ട്, പക്ഷെ എങ്കിൽ പോലും നമുക്കൊരു നല്ലൊരു നല്ലൊരു പടം കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റീസെൻ്റ് ഇറങ്ങിയ പടങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പടം ഈ ആടുജീവിതമാണ്.